അഹാന കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരമാണ് ദിയയും മറ്റ് രണ്ടു സഹോദരിമാരും അമ്മ സിന്ധു കൃഷ്ണയും എല്ലാം യൂട്യൂബ് ചാനൽ ആരംഭിച്ചത്. പക്ഷേ കൃത്യമായ ഇടവേളകളിൽ വ്ലോഗുകളുമായി എത്തുന്ന ഒരേയൊരാൾ ദിയ മാത്രമാണ്. മദർഹുഡിനും ബിസിനസ്സിനും എല്ലാം ഇടയിൽ ദിയ വ്ലോഗിനും യൂട്യൂബ് ചാനലിനും സമയം കണ്ടെത്തുന്നുണ്ട്. താരപുത്രി ഏറ്റവും പുതിയ വ്ലോഗുമായി എത്തിയിട്ടുമുണ്ട്. തൻ്റെ വീട്ടിൽ ഭർത്താവിനും കുഞ്ഞിനും ഒപ്പം സമയം ചിലവഴിച്ചതിൻ്റെ വിശേഷങ്ങളാണ് പുതിയ വ്ലോഗിൽ ദിയ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീട്ടുവിശേഷങ്ങളും മകൻ്റെ രസകരമായ നിമിഷങ്ങളും എല്ലാം വ്ലോഗിൽ ദിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ദിയ സ്വന്തം വീട്ടിലാണ് താമസം. വിവാഹശേഷം ഫ്ലാറ്റിലേക്ക് താമസം മാറിയിരുന്നുവെങ്കിലും കുഞ്ഞിൻ്റെ ജനനശേഷം ഇടയ്ക്ക് സ്വന്തം വീട്ടിലേക്ക് വരികയും സമയം ചിലവഴിക്കുകയും ചെയ്യാറുണ്ട്. മകനെ നോക്കാനും ഭക്ഷണം തയ്യാറാക്കി തരാനും ആളുകൾ ധാരാളം ഉണ്ടെന്നതുകൊണ്ട് തന്നെ ബിസിനസ് അടക്കമുള്ളവയിൽ ശ്രദ്ധ ചെലുത്താൻ ദിയയ്ക്ക് സമയം ലഭിക്കുകയും ചെയ്യും. കൃഷ്ണകുമാറും സിന്ധുവും ദിയയുടെ സഹോദരിമാരെല്ലാം താഴത്തും തലയിലും വെക്കാതെയാണ് ഓമിയെ സ്നേഹിക്കുന്നതും പരിപാലിക്കുന്നതും. 8 മാസക്കാരൻ ഓമിക്ക് ദിയയേക്കാളും അച്ഛൻ അശ്വിനേക്കാളും പ്രിയം മുത്തശ്ശൻ കൃഷ്ണകുമാറിനോടാണ്. അത് ദിയ തന്നെ പലപ്പോഴായി തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. മാത്രമല്ല ദിയ പങ്കിടുന്ന വ്ലോഗുകളിൽ ഓമിയുടെ പെരുമാറ്റത്തിൽ നിന്നും തന്നെ അത് വ്യക്തവുമാണ്. പുതിയ വ്ലോഗിൽ മുത്തച്ഛനൊപ്പം ഓമി ഗാർഡനിൽ സമയം ചിലവഴിക്കുകയോ കളിക്കുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുമുണ്ട്. മകൻ തൻ്റെ മാതാപിതാക്കൾക്കൊപ്പം സമയം ചിലവഴിക്കുന്ന ക്ലിപ്പുകൾ ദിയ വ്ലോഗിൽ ഉൾപ്പെടുത്തിയാൽ പ്രധാനമായും വരുന്ന ഒരു കമൻറ്റ് തന്നെയാണ് അശ്വിൻ്റെ കുടുംബത്തെക്കുറിച്ച്. ദിയ എപ്പോഴും സ്വന്തം കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനാൽ അശ്വിൻ്റെ കുടുംബവുമായി സമയം ചിലവിടാൻ ഓമിക്ക് അവസരം ലഭിക്കാറില്ലെന്നും പേരക്കുട്ടിയെ താലോലിക്കാനോ കാണാൻ പോലും കിട്ടാറുണ്ടാവില്ലെന്നുമുള്ള തരത്തിൽ വിമർശനം ഉയരാറുമുണ്ട്. കുഞ്ഞിനെ അശ്വിൻ്റെ കുടുംബത്തിൽ നിന്നും അകറ്റി എന്നുള്ള തരത്തിൽ മുമ്പും ദിയയ്ക്ക് വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അന്നെല്ലാം വ്യക്തമായ മറുപടി ദിയ നൽകുകയും ചെയ്തു. ഇത്തവണയും അത്തരമൊരു കമൻറ്റ് ദിയയുടെ വ്ലോഗിൽ ലഭിച്ചിട്ടുണ്ട്. അതിന് താരപുത്രി കുറിക്കുകൊള്ളുന്ന മറുപടി തന്നെ നൽകുകയും ചെയ്തു. അശ്വിൻ്റെ അമ്മയ്ക്കും അച്ഛനും ഇതുപോലെ ഈ കുഞ്ഞിനെ കൊഞ്ചിക്കാൻ ആഗ്രഹമുണ്ടാകും. അത് അവരുടെ ഇളയ മകൻ്റെ കുഞ്ഞുമാണ്. പാവം അശ്വിൻ ഫാമിലി എന്നായിരുന്നു കമൻറ്റ്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ദിയ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. കമൻറ്റിട്ടയാളുടെ പേര് പരാമർശിച്ച് ദയവായി മാറിയിരുന്ന് കരയൂ എന്നായിരുന്നു ദിയ കുറിച്ചത്. അവർ യൂട്യൂബിലൂടെ അല്ലാതെയാകും ഇൻട്രാക്ട് ചെയ്യുന്നത്. ദിയയുടെ മാതാപിതാക്കളും സഹോദരങ്ങളും യൂട്യൂബുമായി സജീവമായിട്ടുള്ളവരുമാണ്. അത്തരത്തിൽ പെരുമാറാൻ കഴിയാത്തതുകൊണ്ടാകും അശ്വിന് ഫാമിലിയുടെ സാന്നിധ്യം വ്ലോഗുകളിൽ കാണാത്തത്. അശ്വിൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ജോലികളുണ്ട്. ഒരുപാട് ഭക്ഷ്യോൽപ്പന്നങ്ങൾ തയ്യാറാക്കി വിൽക്കുന്ന സ്ത്രീയാണ് അവർ. ദിയയുടെ വീട്ടിൽ ഒരുപാട് ആളുകളുണ്ട്. കുഞ്ഞിനെ എടുക്കാനും പരിപാലിക്കാനും അവർ ഹെൽപ്പാകും. ആ ഉദ്ദേശത്തിലാകും ദിയ സ്വന്തം വീട്ടിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. എല്ലാത്തിനും നെഗറ്റീവ് കാണേണ്ടതില്ലല്ലോ. അതിനിടയിൽ ഭാര്യ വീട്ടിൽ എപ്പോഴും താമസിക്കുന്നുവെന്നതിൻ്റെ പേരിൽ കണ്ണൂർ പുയ്യാപ്പിളയെന്ന് വിളിച്ചും ചിലർ അശ്വിനെ പരിഹസിച്ച് കമൻറ്റ് കുറിച്ചിട്ടുണ്ട്. ഓമിയെ കാണാനായി എത്തിയവരായിരുന്നു കമൻറ്റ് ബോക്സിൽ ഏറെയും. ഓമിയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ദിയയുടെ വ്ലോഗിലെ താരം.